അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ ഇൻ ലണ്ടൻ, രണ്ടാം ദിവസം. ഇവിടുന്ന് ഇപ്പം രാവിലെ ചേച്ചിയെടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2:25 ട്രെയിൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 2:15, 10 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും. ഇനിയിപ്പോൾ നമ്മൾ ലണ്ടൻ നഗരത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്ന C2C എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ട്രെയിനിൻ്റെ ട്രെയിൻ തന്നെയാണ് തിരിച്ചു പോകാനും ഇവിടെ നിന്നുള്ളത്. അപ്പം അതിന് കയറി ഇനിയിപ്പം അങ്ങോട്ട് പോകണം. 8 പൗണ്ടാണ് ലണ്ടനിലേക്ക് ഇവിടുന്ന് ടിക്കറ്റ് ചാർജ്. അപ്പം നമ്മൾ ട്രെയിൻ കയറി ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ലണ്ടനിലെത്തും. അപ്പോൾ ഞാനിപ്പം ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ വന്നിറങ്ങി. അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ എനിക്ക് വാട്ടർലൂ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകണം, അടുത്ത ട്രെയിൻ പിടിച്ച്. അപ്പോൾ ആ ട്രെയിൻ എടുത്ത് ഇനിയിപ്പോൾ വാട്ടർലൂ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അവിടെയാണ് നമുക്ക് ഈ ലണ്ടൻ ഐ, ബിഗ് ബെൻ എന്നൊക്കെ പറഞ്ഞ് കുറേ അട്രാക്ഷൻസ് ഉള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ആ അട്രാക്ഷൻസ് കാണാനായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിൽ കയറി. അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിൻ ഇരുന്നപ്പം നമുക്ക് കുറച്ച് മുന്നേ ഇവിടെ മഴ പെയ്തിരുന്നു. അതുകൊണ്ടൊന്നും നല്ല ആകാശത്ത് നല്ലൊരു മഴവില്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലണ്ടൻ നഗരത്തിലേക്ക് ഒരു മഴവില്ലാണ് സ്വാഗതം ചെയ്യുന്നത്. ലണ്ടൻ വാട്ടർലൂ സ്റ്റേഷനിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഭയങ്കര വലിയൊരു സ്റ്റേഷനാണിത്. അപ്പുറത്തോട്ടൊക്കെ കുറേ പ്ലാറ്റ്ഫോം, കുറേ ഇതുണ്ട്. ഇതിൻ്റെ റൂഫിങ് തന്നെ കണ്ടറിയാം, വലിയൊരു സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്താണ് ലണ്ടൻ ഐ. അപ്പോൾ ലണ്ടൻ ഐയും അവിടുത്തെ അട്രാക്ഷൻസ് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു പുള്ളിക്കാരി ഇവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നു. ഇപ്പം നമുക്ക് എല്ലാ സ്റ്റേഷനുകളിലും അതിൻ്റെ ട്രെയിനുകളിൽ അങ്ങനെ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. സ്റ്റേഷനുകളിലൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നതും ഗിത്താർ വായിക്കുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ ഈ വാട്ടർലൂ എന്ന് പറയുന്ന സ്റ്റേഷൻ ലണ്ടനിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്നാണ് ലണ്ടൻ സൗത്തിലേക്കും സൗത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ ട്രെയിൻ പോകുന്നത്. 1848 ഈ സ്റ്റേഷൻ പണിതത്. അപ്പോൾ വാട്ടർലൂ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ പതുക്കെ ലണ്ടൻ തിരുവീതികളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ മുകളിൽ നമുക്ക് ട്രെയിനൊക്കെ പോകുന്ന കാണാം. താഴെ കുറേ ആൾക്കാരുണ്ട് സ്ട്രീറ്റിൽ കൂടെ. കാരണം ഇതൊരു സമ്മർ ടൈമാണ്, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരെ കാണാം. ഇതാണ് ലണ്ടനിലുള്ള ഫേമസ് ലണ്ടൻ ഓവർഗ്രൗണ്ട് റെഡ് ബസ്സുകൾ, ഡബിൾ ഡെക്കർ ബസ്സുകൾ. എന്താണ് നമുക്ക് ലണ്ടൻ്റെ ഒരു ഐക്കോണിക് സംഭവം എന്നുള്ളൊരു രീതിയിൽ എല്ലായിടത്തും കാണുന്നതാണ് ഈ ലണ്ടൻ റെഡ് ബസ്സുകൾ. അപ്പം ഇതിന് ലണ്ടൻ ഓവർഗ്രൗണ്ട് ബസ്സുകളൊക്കെ ലണ്ടൻ ഓവർഗ്രൗണ്ട് എന്ന് പറയും. പിന്നെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ട്രെയിനുകളുണ്ട്. ഇതെല്ലാമാണ് ലണ്ടനിൽ നമ്മളെ കണക്ടിവിറ്റിക്ക് എളുപ്പമാക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് ലണ്ടൻ ഐയുടെ ആ ഭാഗത്തേക്ക് എത്തി. ദൂരെ നമുക്ക് ലണ്ടൻ ഐയുടെ ഇങ്ങനെ ചെറിയൊരു ഭാഗം കാണാം. ചെറിയല്ല, ഒരു നല്ലൊരു ഭാഗം കാണാം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് നടന്ന് പോവാം. ഏതായാലും ഞാൻ ലണ്ടൻ ഐ കയറാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കാണ് കയറാൻ ക്യൂ നിന്ന്. പിന്നെ ടിക്കറ്റ് നേരത്തെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ടിക്കറ്റിന് അത്യാവശ്യം നല്ല ചാർജാണ്. ഇപ്പം സമ്മർ ടൈം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണമായിരുന്നു. ഇപ്പം ഞാൻ ടിക്കറ്റിനൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 40 പൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കയറുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ലണ്ടനിൽ വരുമ്പോഴായിരിക്കും ഇനി ഞാൻ ലണ്ടൻ ഐ കയറുന്നത്. ഞാൻ ഇതിന് മുന്നേയും ഇവിടെ ലണ്ടനായിട്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രാവശ്യം എനിക്കിവിടെ കയറാൻ പറ്റില്ല. ആ സമയവും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ജസ്റ്റ് പുറത്തുനിന്നൊക്കെ കണ്ട് കാഴ്ചകൾ കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം കയറൽ ഉണ്ടാകത്തില്ല. തേംസ് നദിയുടെ തീരത്താണ് ഈ ജെയിൻറ്റ് ഒബ്സർവേറ്ററി വീൽ സ്ഥിതി ചെയ്യുന്നത്. തേംസ് നദി നമ്മൾ പ്രൊണൗൺസ് ചെയ്യും തംസ് എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലണ്ടനിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ലണ്ടൻ ഐ എന്ന് പറയുന്ന ഈ ഇത്രയും വലിയ ഈ വീൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ പുറത്തൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നതാണ്, ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തേംസ് നദി കാണാം. ഇവിടെ തേംസ് നദിയിൽ ഇവരുടെ ബോട്ടിങ്ങും ക്രൂയിസും അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. ഈ ക്രൂയിസിനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ലണ്ടൻ നഗരത്തെ മൊത്തം ചുറ്റിക്കാണാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ മറ്റേ ലണ്ടൻ നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദി തേംസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇതിൻ്റെ അകത്ത് ബോട്ടിങ്ങും പരിപാടിയുണ്ട്. അതിനും അത്യാവശ്യം ചാർജൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് ഒരു പ്രശ്നം അതാണ്, എല്ലാത്തിനും ഹെവി ചാർജ് ആയിരിക്കും. നമുക്ക് അതിനെല്ലാം സെപ്പറേറ്റ് തന്നെ കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഇവിടെ എന്തോ പാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലണ്ടൻ ഐയിലും പിന്നെ വേറെ എന്തൊരു സംഭവത്തിലും കൂടെ കയറാനായിട്ട് 80 പൗണ്ടായിട്ട്. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം നോക്കണം. അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് വെസ്റ്റ്മിൻസ്റ്ററും ബിഗ് ബെന്നൊക്കെ കാണാം. ഇവിടെ നമുക്ക് തേംസ് നദി, പിന്നെ അവിടെ അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് പാലം കാണാം. ആ പാലം നമുക്ക് ക്രോസ് ചെയ്തായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടെത്തും. എന്നിട്ട് അവിടെ നിന്ന് നമുക്കുള്ള നല്ല ലണ്ടൻ ഐഡിയൊക്കെ വ്യൂ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പതുക്കെ പോകാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ ഒരു ഗാർഡൻസ് ഉണ്ട്, ജൂബിലി ഗാർഡൻസ് എഴുതിയിട്ട് ഒരു പാർക്ക്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു. കുറച്ച് റിലാക്സ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അവിടെ കുറേ പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറേ അമ്യൂസ്മെൻറ്റ് ഐറ്റംസും മറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എപ്പോഴും ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഏതായാലും സമ്മർ ടൈമിൽ കാരണം ഇവർക്ക് ഇതെല്ലാം കൊണ്ടുപോകും. കാരണം ഇവർക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയമാണ് സമ്മർ ടൈം.
അപ്പോൾ അവിടെ നേരെ മുന്നോട്ട് നമുക്ക് ഒരു സ്ട്രീറ്റ് കാണാം. ഇത് ഞാൻ അവിടുന്ന് കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ്. നേരെ നമുക്ക് വേണം ബ്രിഡ്ജിലോട്ട് കയറാം. നമ്മൾ ഈ പുറത്തെ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് അകത്ത് ബ്രിഡ്ജിലോട്ട് കയറി. ഇനി അപ്പോൾ നമ്മൾ തേംസ് നദി ഒരു ബ്രിഡ്ജിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകും. ഇവിടെ അങ്ങ് ദൂരത്തായിട്ട് കുറേ ബോട്ടൊക്കെ കിടക്കുകയാണ്, ബോട്ടിങ് നടക്കുന്നത്. അപ്പുറത്തൊരു റെയിൽവേ പാളം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു വാക്കിംഗ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ബോട്ടിംഗ് സ്ഥലം കാണാം. ഇവിടെ നിന്ന് വേണം ബോട്ടിങ് ചെയ്യാൻ. ഊബർ ബോട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലം ക്രോസ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വിക്ടോറിയ എംബാങ്ക്മെൻറ്റ് ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു വലിയ ഗാർഡൻസ് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാച്യൂസും കുറേ രാജാക്കന്മാരുടെ സ്റ്റാച്യൂവും പിന്നെ കുറേ വാർ മെമ്മോറിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിരിക്കുന്നു. നല്ല ഗാർഡൻ, കുറേ പൂക്കളൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കാണുന്ന ബിൽഡിങ്സൊക്കെയാണ് ഈ ഡിഫൻസിൻ്റെയും മറ്റും ഇവരുടെ കുറേ ഗവൺമെൻറ്റിൻ്റെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തോടി കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറി നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മൾ ലണ്ടനയുടെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ഇവിടെ നല്ല വ്യൂ ആണ് ലണ്ടനയുടെ. അപ്പം ഇവിടെ തേംസ് നദി കാണാം. പിന്നെ ഇങ്ങനെ ഇവിടെ എന്തൊരു സ്തൂപം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പം മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ എന്തോ ബിൽഡിംഗ് ആണെന്നാണ് ഇങ്ങനെ കണ്ടത്. അതാണോന്ന് അറിയത്തില്ല, അതാണെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ലണ്ടനയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ ബിഗ് ബെന്നിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ചുമ്മാ ഗൂഗിൾ നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത് തന്നെയാണ് ബക്കിംഗ്ഹാം പാലസ് എന്ന് കണ്ടത്. അപ്പം ബക്കിംഗ്ഹാം പാലസ് പോയി കണ്ടിട്ട് നേരെ നമുക്ക് ഇനിയിപ്പോൾ ബിഗ് ബെന്നിൻ്റെ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിച്ചതൊക്കെ വഴിയിലൂടെ ഞാൻ ബക്കിംഗ്ഹാം പാലസിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ ബക്കിംഗ്ഹാം കൊട്ടാരം എന്ന് പറയുന്നത് ഇവിടുത്തെ ലണ്ടനിലെ രാജാവിൻ്റെ രാജ്ഞിയും അല്ലെ അവരുണ്ടായിരുന്ന സമയത്തേക്ക് ഔദ്യോഗിക വസതിയാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു പാർക്കിലോട്ട് കയറി. ഈ പാർക്കിൻ്റെ പേര് ഗ്രീൻ പാർക്ക് എന്നാണ്. അപ്പം ഈ ബക്കിംഗ്ഹാം പാലസിനെ ചുറ്റി കുറേ പാർക്കുകളുണ്ട്, അതിലൊന്നാണ് ഗ്രീൻ പാർക്ക്. അപ്പോൾ നമ്മൾ ഗ്രീൻ പാർക്ക് വഴി നമ്മൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ നടന്ന് ബക്കിംഗ്ഹാം പാലസിന് മുമ്പിലുള്ള റോഡിലെത്തി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ പരിസരത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ബക്കിംഗ്ഹാം പാലസ് ഇപ്പോഴും ഔദ്യോഗിക വസതിയാണ്. ചാൾസ് മൂന്നാമൻ രാജാവ് ഇപ്പോഴും ഈ പാലസ് യൂസ് ചെയ്യാറുണ്ടെന്നാണ് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കാണുന്നതാണ് വിക്ടോറിയ മെമ്മോറിയൽ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. അപ്പം വിക്ടോറിയ രാജ്ഞിക്ക് സ്മരണാർത്ഥമായിട്ട് 1911 പണിതൊരു ബിൽഡിംഗാണ്, അല്ല സ്റ്റാച്ചു ആണത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു റോഡൊക്കെ കാണാം. ഒത്തിരി ആൾക്കാർ ഇതിലെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നതും ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതൊക്കെ കാണാം. പിന്നെ പറഞ്ഞാൽ ഇത് വലിയൊരു കൊട്ടാരമാണ്. 776 റൂമുകളും മറ്റുമുണ്ട്. അപ്പം ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം താമസിക്കുന്നത് ഈ കൊട്ടാരത്തിലാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അതിൻ്റെ തൊട്ടടുത്തോട്ട് പോയില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. പിന്നെ അവിടെ നേരെ എൻ്റെ തൊട്ടടുത്തുള്ള സെൻറ്റ് ജെയിംസ് പാർക്കിലേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പം ഞാൻ കുറേ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ലൊരു പാർക്കാണ്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ബസ് പിടിച്ച് നേരെ നമ്മൾ താഴെ ബിഗ് ബെന്നിൻ്റെ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചവിടെ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ടുക്ക് കിടക്കുന്ന കാണാം. നമുക്ക് ഓട്ടോറിക്ഷ പോലത്തെ സംഭവം, സൈക്കിൾ റിക്ഷ. പിന്നെ ഇവിടെ നമുക്ക് ബിഗ് ബെൻ കാണാം. അപ്പോൾ ഈ ഗ്രേറ്റ് ബെല്ലിനെയാണ് നിക്നെയിമായിട്ടാണ് ആൾക്കാർ ബിഗ് ബെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബെല്ലാണ്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പിന്നെ ഓരോ മണിക്കൂർ എന്തോ ഒരു കണക്കുണ്ട് ഇത് ബെല്ലടിക്കുന്നതിന്. അപ്പം ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ ഏതായാലും ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൈറ്റ് ടൈമിലായിരുന്നു ഇവിടെ വന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നന്നായിട്ട് ബെല്ലടിക്കുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് ഇവരുടെ വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള UK പാർലമെൻറ്റ്. അതായത് ഇവിടുത്തെ ഭരണ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് സെറ്റപ്പിലുള്ള ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിലാണ് വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ബിഗ് ബെന്ന്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെസ്റ്റ്മിൻസ്റ്റർ അബ്ബി എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഹാളുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. 1840 തൊട്ട് 1876 കാലയളവിലാണ് ഇത് നിർമ്മിച്ചത്.
അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എപ്പോഴും നല്ല തിരക്കായിരിക്കും, കാരണം ഇതൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുറേ സുവനീർ വിൽക്കുന്ന കടകളും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ ഒത്തിരി കടകൾ കാണാം. ഞാനും സുവനീർ വിൽക്കുന്ന കടയിൽ പോയിട്ട് 2 സുവനീറൊക്കെ മേടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ലണ്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടേക്ക് വന്നത് ഒരു 2023 നവംബർ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവുമായിരുന്നു. ഇപ്പം നമുക്കൊരു 9:30 വരെ നല്ല വെട്ടം ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കാണാനൊക്കെ. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 1 hour യാത്രയുണ്ട്. സോ അപ്പം എനിക്ക് രാത്രി കാഴ്ച ഇപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ നിങ്ങളിട്ട് കാണിക്കാം. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറൊരു വൈബാവും. ഭയങ്കര രസമാണ് ആ സമയത്ത് ഇവിടെ നിൽക്കാനും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ രാത്രി കാഴ്ചകളും പഴയ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ പതുക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മൊത്തം ഇട്ട് വരാൻ കുറേ സമയം എടുക്കും യാത്രയാകാൻ. അപ്പോൾ പതുക്കെ വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ പാലത്തിൽ കൂടെ കുറേ ഹോട്ട് ഡോഗ് വിൽക്കുന്നവരും ഐസ്ക്രീം വിൽക്കുന്നവരും ചെറിയ സ്നാക്സ് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹോട്ട് ഡോഗ് കഴിക്കാം, കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി, ഞാൻ അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ട്, $10 £10 പറയുന്നത്. ഭയങ്കര കത്തിയാണ് പൈസ, പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണല്ലോ, ടൂറിസ്റ്റ് പ്ലേസുകൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, കത്തിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു ഹോട്ട് ഡോഗ് പറഞ്ഞിട്ടിട്ട് ഇനിയിപ്പം അത് മേടിച്ചിട്ട് കഴിച്ച് കുറച്ച് വിശപ്പൊക്കെ അടക്കണം. അപ്പോൾ ഈ പുള്ളിക്കാരനോട് ചോദിച്ചു ഇന്ത്യ എന്നാണോ. ഇന്ത്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്, ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ 18 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു നേരം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റി നല്ലൊരു സീൻ കിട്ടി. നല്ല ബിൽഡിങ്, നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ബിൽഡിങ്സ്. അപ്പുറത്ത് ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തോട്ട് കടന്നിട്ട് നമുക്ക് ഇനിയിപ്പം സ്റ്റേഷൻ്റെ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റും. അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് ബിഗ് ബെൻ കാണാം. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി ഇപ്പുറത്തേക്ക്. അപ്പോൾ വേറൊരു സ്ട്രീറ്റിലോട്ട് കയറി. ആ സ്ട്രീറ്റിലാണ് അത് ആളൊന്നുമില്ല, പക്ഷേ ഈ വഴിയാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴി, വാട്ടർലൂ സ്റ്റേഷനിലേക്കുള്ള വഴി കാണിക്കുന്നത്. ഞാൻ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഇടാറുണ്ട്. അപ്പം ഞാൻ ലിങ്ക് ഇട്ടേക്കാം, അതിൽ നിങ്ങൾക്ക് കയറി എൻ്റെ ഫോട്ടോസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നേരെ റൂമിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ലൊരു സ്ട്രീറ്റ്, രാത്രി കഴിയുമ്പോൾ വേറൊരു വൈബാന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നല്ല കുറേ റെസ്റ്റോറൻറ്റുകളും കടകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് ഈ ലണ്ടൻ്റെ ഈ ഭാഗമൊക്കെ. അപ്പോൾ ലണ്ടനിൽ ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചതിനകത്ത് ഒത്തിരി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. നിങ്ങൾ വരുമ്പോഴും ഈ ഒരു ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇനി ട്രെയിൻ എടുത്ത് നേരെ വീട്ടിലേക്ക്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ, താങ്ക് യു.